ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ, അവയുടെ പ്രധാന ഉപയോഗങ്ങളും അർത്ഥങ്ങളുമാണ്. ഈ ക്ലാസ്സിൽ നാം കാണുന്ന വാക്ക് എബവ്, ABOVE, എബവ്. ഈ വാക്കിന്റെ അർത്ഥങ്ങളാണ് മുകളിൽ, മീതെ, ഇങ്ങനെയൊക്കെ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓവർ എന്ന വാക്ക് കണ്ടിരുന്നു. ചിലപ്പോൾ എബവ്, ഓവർ ഇവയുടെ ഉപയോഗങ്ങൾ തമ്മിൽ സംശയം വരാറുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലാണ് ഇതിന്റെ അർത്ഥം കൂടുതൽ നമുക്ക് വ്യക്തമാവുക. ഈ ക്ലാസ്സിൽ എബവ് ആ വാക്കിന്റെ പ്രധാന ഉപയോഗങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റു ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യത്തെ വാചകം നോക്കാം. The temperature is above 30 degrees today. The temperature is above 30 degrees today. നമ്മൾ നേരത്തെ അണ്ടർ, ബിലോ ഈ വാക്കുകൾ കണ്ടിരുന്നു. താഴെ എന്നുള്ള അർത്ഥം വരുന്നതാണ്. അവിടെ ബിലോ എന്ന വാക്ക് ഇങ്ങനെ ഡിഗ്രീസ്, പല പല തട്ടിലുള്ള കാര്യങ്ങൾ പറയാൻ ബിലോ എന്ന വാക്ക് ഉപയോഗിക്കും എന്ന് കാണുകയുണ്ടായി, താഴേക്ക് പോകുന്നത്. ഇവിടെ അതുപോലെ എബവ് എന്നുള്ളത് മുകളിലേക്കുള്ളത്, പല തട്ടുകളിലുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ എബവ് എന്ന വാക്കാണ് സാധാരണ ഉപയോഗിക്കുക, ഓവർ എന്ന വാക്കല്ല. The temperature is above 30 degrees today. ഇന്ന് താപനില 30 ഡിഗ്രിയിലും മുകളിലാണ്, അല്ലെങ്കിൽ 30 ഡിഗ്രിയിലും കൂടുതലാണ്, അങ്ങനെയും പറയാം. 30 ഡിഗ്രിയിലും മീതെയാണ്. പല ഡിഗ്രികളുണ്ട്, 1, 2, 3, 4 മുകളിലേക്ക് പോകുന്നത്. താഴേക്ക് പോകുന്നത് മൈനസ്. അവിടെ നമ്മൾ ബിലോ എന്ന വാക്കാണ് ഉപയോഗിക്കുക, നമ്മൾ നേരത്തെ കണ്ട്. ആ ബിലോ ഉപയോഗിക്കുന്നത് പോലെ മുകളിലേക്കുള്ളതിന് എബവ് എന്ന വാക്കാണ് സാധാരണ ഉപയോഗിക്കുക. ഓവർ എന്ന വാക്കിന് മുകളിൽ, മീതെ എന്നുള്ള അർത്ഥം ഉണ്ടെങ്കിലും എബവ് എന്ന വാക്കാണ് ഇങ്ങനെ പല തട്ടിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ ജോലി സ്ഥലത്ത് എന്നിലും ഉയർന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയാൻ ഹീസ് ഓവർ മീ എന്നതിലും കൂടുതൽ ഹീസ് എബവ് മീ. അദ്ദേഹം എനിക്കും മീതെയാണ്, എനിക്കും മുകളിലാണ് എന്ന് വെച്ചാൽ എന്നിലും ഉയർന്ന ജോലിയാണ് അദ്ദേഹത്തിന്. ഹീസ് എബവ് മീ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ജോലിയിലും ഇതുപോലെ ഉയർന്ന സ്ഥാനങ്ങളുണ്ട്, താഴ്ന്ന സ്ഥാനങ്ങളുണ്ട്, പല സ്ഥാനങ്ങളാണ്, തട്ടുകൾ പോലെ. അങ്ങനെയുള്ള വാചകങ്ങളിലും എബവ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഹീസ് എബവ് അസ്, അദ്ദേഹം ഞങ്ങളിലും മുകളിലാണ്, ആ രീതിയിൽ പറയുന്നത്. എപ്പോഴും പറയുന്നത് പോലെ ഈ വാചകം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ അർത്ഥോപയോഗം കൂടുതൽ വ്യക്തമാകും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടെൻസ് ഒക്കെ മാറ്റി വയ്ക്കാൻ നോക്കണം. ദ ടെമ്പറേച്ചർ വാസ് എബവ് 30 ഡിഗ്രീസ് യെസ്റ്റർഡേ. ഇന്നലെ താപനില 30 ഡിഗ്രിക്ക് മുകളിലായിരുന്നു. ദ ടെമ്പറേച്ചർ വിൽ ബി എബവ് 30 ഡിഗ്രീസ് ടുമാറോ. നാളെ താപനില 30 ഡിഗ്രിക്ക് മുകളിലായിരിക്കും. വിൽ ബി എല്ലാം നമ്മൾ പഠിച്ചതാണ്, മുൻപ് പഠിച്ചിട്ടുള്ളവ റിവൈസ് ചെയ്യാൻ കൂടിയുള്ള അവസരമാണ്. ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തിരുത്താനൊക്കെ പറ്റും. ഓക്കെ, രണ്ടാമത്തെ വാചകം നോക്കാം. There is a picture above the door. There is a picture above the door. എന്താണ് ഇതിന്റെ അർത്ഥം? വാതിലിന് മുകളിൽ ഒരു ചിത്രമുണ്ട്, ഡോറിന് മുകളിൽ ഒരു ചിത്രമുണ്ട്. ഒന്നുകൂടി നോക്കുക. There is a picture above the door. ഡോറിന് മുകളിൽ ഒരു ചിത്രമുണ്ട്. There is a clock above the table. മേശയ്ക്ക് മുകളിൽ ഒരു ക്ലോക്ക് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, മേശമേൽ എന്നല്ല പറയുന്നത്, മേശയ്ക്ക് മുകളിൽ അല്ലെ മേശയ്ക്ക് മീതെ. മുകളില്, മേശമേലാണെങ്കിൽ ഓൺ ദ ടേബിൾ, നേരത്തെ പഠിച്ചതാണ്. ദർ ഇസ് എ ക്ലോക്ക് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ആ ക്ലോക്ക് മേശമേലാണ്. ദർ ഇസ് എ ക്ലോക്ക് എബവ് ദ ടേബിൾ എന്ന് പറയുമ്പോൾ മേശയ്ക്ക് മുകളിൽ വെച്ചിട്ടുള്ളതാണ്. മേശമേലല്ല, മേശയ്ക്ക് മുകളിൽ ഭിത്തിയിലൊക്കെ വെച്ചിട്ടുള്ളതാണ്, മേശയുമായിട്ട് ബന്ധമില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് എബവ് വയ്ക്കുന്നത്. ദർ ഈസ് എ പിക്ചർ എബവ് ദ ഡോർ. ദർ ഈസ് എ ക്ലോക്ക് എബവ് ദ ടേബിൾ. ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. ഇവിടെയും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ പിക്ചറിന് പകരം ക്ലോക്ക് എന്ന വാക്ക് വയ്ക്കാം, അല്ലെങ്കിൽ സ്റ്റാച്ചു എന്ന് പറയാം. ഇങ്ങനെ വാക്കുകൾ മാറ്റി വയ്ക്കാം, ടെൻസ് മാറ്റി വയ്ക്കാം. ദർ വാസ് എ പിക്ചർ എബവ് ദ ഡോർ. വാതിലിന് മുകളിൽ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, ചിത്രം ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ അർത്ഥം കൂടുതൽ വ്യക്തമാവുക. ഓക്കെ, മൂന്നാമത്തെ വാചകം നോക്കാം. He raised his hands above his head. He raised his hands above his head. അവൻ കൈകള് അവന്റെ തലയ്ക്ക് മീതെ, തലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ തലയ്ക്ക് മീതെ ഉയർത്തി. ആ രീതിയിൽ പറയുമ്പോൾ നമ്മൾ എബവ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. He raised his hands above his head. He raised his hands above his shoulder. ആ രീതിയിൽ നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കി പറയാൻ പറ്റും.
ഈ വാചകവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സബ്ജക്ട് ഹീക്ക് പകരം ഷീ, ദേ, രാജു ആ രീതിയിലൊക്കെ വയ്ക്കാൻ പറ്റും. ടെൻസ് മാറ്റി പ്രാക്ടീസ് ചെയ്യുക. ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും പറയണം. മലയാളം ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തെങ്കിലേ ഈ അർത്ഥം ശരിയായിട്ട് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. കാരണം എബവ്, ഓവർ ഏതാണ്ട് ഒരേപോലെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എബവ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കൂടുതൽ വ്യക്തമാകും. വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം. കുറച്ച് വെർബ്സ് എല്ലാ ദിവസവും പഠിക്കുക. അതുപോലെ പുതിയ വെർബ്സ് പഠിക്കണം. പുതിയ വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകൾ, അർത്ഥം, ഉച്ചാരണമൊക്കെ പഠിക്കണം. ഒത്തിരി വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിൽ അറിയാമെങ്കിൽ നല്ല ആത്മവിശ്വാസമായിരിക്കും, ഒഴുക്കോടെ പറയാൻ പറ്റും. അതുപോലെ നെറ്റിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് കഥകൾ നോക്കി അത് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ വായിച്ചു നോക്കുക. അങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ പരിചയമില്ലാത്ത വാക്കുകൾ കാണും. അങ്ങനെ പുതിയ വാക്കുകളും പഠിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയയ്ക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി.
ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ ഇന്ന് വെർബിന്റെ ലിസ്റ്റുകളിൽ 4ാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത്. 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫോംസ് ആണെന്ന് നമുക്കറിയാം. ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആയിരിക്കും പഠിക്കുക. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോമിന്റെ പ്ലൂറലും ഒരേപോലെ ഇരിക്കുകയാണ്. ഉച്ചാരണം, സ്പെല്ലിങ്, അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. അപ്പൊ ഞാൻ വായിക്കുകയാണ്. Get, got, got, lose, lost, lost, shoot, shot, shot, sit, sat, sat, spit, spat, spat, shine, shone, shone, win, won, won, stand, stood, stood, understand, understood, understood. അപ്പൊ ഈ വെർബുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട്. ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇതിനുള്ള വെർബ്സ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഡി എന്ന് ചേർക്കും, അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും. എന്തിനോട് കൂടെ? പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ. അങ്ങനെയാണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. ആ വെർബ്സ് ഒന്ന് വായിക്കുകയാണ്. അനൗൺസ്, അനൗൺസ്ഡ്, അനൗൺസ്ഡ്, ഫിയർ, ഫിയർഡ്, ഫിയർഡ്, obey, obeyed, obeyed, love, loved, loved, laugh, laughed, laughed, lie, lied, lied, live, lived, lived, ignore, ignored, ignored, improve, improved, improved, knock, knocked, knocked, offer, offered, offered, play, played, played, pray, prayed, prayed, prove, proved, proved, protect, protected, protected, punish, punished, punished, receive, received, received, save, saved, saved, smile, smiled, smiled, walk, walked, walked. അപ്പൊ ഇത് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം. അപ്പൊ ഈ വെർബുകൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അർത്ഥം മറക്കാതെ പഠിക്കണം. ഓക്കെ.